ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഞാൻ എൻ്റെ സോപ്പ് ഉണ്ടാക്കിയ അനുഭവം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓൺലൈനിൽ ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, വീഡിയോ നോക്കുന്നുണ്ടായി. എന്നിട്ട് ഞാൻ കുറേ ജ്യൂസുകൾ, ബീട്രൂട്ട് ഉണ്ടായാലും ക്യാരറ്റ് ഉണ്ടായാലും അങ്ങനെ ജ്യൂസുകൾ എടുത്ത് വെക്കും. എന്നിട്ട് ഒരു അളവില്ലാണ്ട് ഞാൻ ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് സോപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ടായത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കല്ല് പോലെ ഉണ്ടാവും, നല്ല ഇതുണ്ടാവും. ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴത്തേന് ഭയങ്കര സോഫ്റ്റ്, അലുവേനെ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭംഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല ഭംഗിയുണ്ടായി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അത് അലുവ കഷ്ണമാണോ, കാണുന്നവരെന്തായാലും എടുത്ത് തിന്നു, അങ്ങനത്തെ ആയിരുന്നു കളറും ഇതെല്ലാം. അപ്പോൾ കളറൊന്നും ചേർക്കുന്നുണ്ടായിട്ടില്ല. ആ ഒരു ഇതിലുണ്ട്, അതിൻ്റെ ബീട്രൂട്ട് ഉണ്ടായാലും അതുപോലെ ക്യാരറ്റ് ഉണ്ടായാലും അങ്ങനെ ഒരു ഇതുണ്ട്. എന്നിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, സ്മെല്ലും ബേസും എല്ലാം. ലാസ്റ്റ് ഞാൻ അതെടുത്ത് കളഞ്ഞു. കാരണം കറക്റ്റായി എത്ര സോപ്പ് ഉണ്ടാക്കിയിട്ടും കറക്റ്റായിട്ട് വരുന്നില്ല, ഭയങ്കര സോഫ്റ്റ്. ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബെല്ലാം നോക്കി അതിൽ കുറേ ആൾക്കാർ അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീണ്ടും സോപ്പാക്കാൻ പഠിച്ചതെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, നല്ല കട്ടിക്ക് നല്ല ഉറപ്പുള്ള സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ആക്കുന്ന സോപ്പിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് തന്നെ നമ്മൾ കുറച്ചാൽ മതി. ഇപ്പോൾ ഓരോരോ സോപ്പിൻ്റെ ഇതിലാക്കുമ്പോൾ 100 ml എല്ലാം എടുക്കുമ്പോഴും നമുക്ക് സോപ്പ് കട്ടി ഉണ്ടാവും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചങ്ങനെ അത്രയ്ക്ക് കല്ല് പോലെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് പെട്ടെന്ന് അലിഞ്ഞു പോവും, വേഗം കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും. കുറച്ച് പിന്നെയും വീണ്ടും അതിൽ കുറച്ച് വരുമ്പോഴാണ് നമ്മളെ സോപ്പ് കറക്റ്റായ ഒരു ഇതിലെത്തൽ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എന്നെപ്പോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് അലുവയായിപ്പോയ ഒരു അനുഭവം ഇല്ല എത്രയോ ആൾക്കാരുണ്ടാവും. അവർ കമൻറ്റ് ചെയ്യാം, ഇപ്പോൾ അവർ നല്ല വൃത്തിക്ക് ചെയ്യാൻ പഠിച്ചോ എന്നുള്ളതും പറയുക. അപ്പോൾ എത്രയോ വീഡിയോകളുണ്ട് കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നത്. അങ്ങനത്തെ വീഡിയോകൾ നമുക്ക് ഭയങ്കര ഉപകാരമാണ്. ഞാൻ അങ്ങനത്തെ വീഡിയോകൾ കണ്ടിട്ടാണ് സോപ്പാക്കാൻ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സോപ്പ് നല്ല സൂപ്പർ സോപ്പായിട്ടുണ്ട്, നല്ല ഇതുണ്ട്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് സോപ്പ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങളെ സ്കിന്ന് ഏത് ടൈപ്പാണോ ആ ടൈപ്പിനില്ല, നിങ്ങൾക്ക് എന്ത് സോപ്പാണോ ഇഷ്ടം അതും പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. എന്നെപ്പോലെ അനുഭവമില്ല എത്രയോ ആൾക്കാരുണ്ടാവും. നല്ല മെഷർമെൻ്റെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും കറക്റ്റ് ഒരു ചെറിയൊരു വരുമാനമായിട്ട് ഇത് ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹത്തോട് നമുക്ക് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലിടുന്ന എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവർക്കും താങ്ക്സ് കേട്ടോ. നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചത്. അതിനെല്ലാവർക്കും താങ്ക്സ് ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളെ ബിസിനസ്സെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.